ലെവൽ PYQ ആണ്. തേർഡ് ലെവലിൽ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് 2023. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാസ്കോഡ് ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം എന്ന് പറയുന്നത് 1498 എന്നാണ് വന്നത്. 1498 മെയ് 20. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ആൻസർ ശ്രീരംഗപട്ടണം ഉടമ്പടി. എന്നാണ്? 1792 മാർച്ച് 18. കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ആൻസർ ശ്രീനാരായണ ഗുരു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്? ദിവാനി കാസ്, ഡൽഹിയാണ്. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ആൻസർ വിവേകാനന്ദൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരായി ഡ്രൈൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി ദാദാഭായ് നവറോജി. ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഫ്രഞ്ച് വിപ്ലവം. ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം, 1789. അടുത്ത ക്വസ്റ്റ്യൻ, 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചതാര്? ആൻസർ ഫസൽ അലി. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഡാഷ് എന്നറിയപ്പെടുന്നു? ആൻസർ ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ഓപ്പറേഷൻ വിജയ് 1999. കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ 1ഉം 2ഉം മാത്രം. ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളം അറിയപ്പെടുന്നത്. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. വടക്ക് നിന്ന് തെക്കു വരെയുള്ള അവയുടെ സ്ഥാനത്തിൻ്റെ ശരിയായ ക്രമം ഇനി പറയുന്നവ ഏതാണ്? വടക്ക് നിന്ന് തെക്ക് വരെ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് താമരശ്ശേരി ചുരം, രണ്ടാമത് വരുന്നത് കമ്പം ചുരം, മൂന്നാമത് അച്ചൻകോവി ചുരം, നാലാമത് ആരമ്പാടി ചുരം. ഫസ്റ്റ് താമരശ്ശേരി, അത് കഴിഞ്ഞ് കമ്പം, അത് കഴിഞ്ഞ് അച്ചൻകോവിൽ, അത് കഴിഞ്ഞ് ആരമ്പാടി ചുരം. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു എന്നതാണ് ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായതെന്ന് പറയുന്നത് ഉയർന്ന കാറ്റിൻ്റെ വേഗതയുള്ള താഴ്ന്ന മർദ്ദകേന്ദ്രം എല്ലാ ഡിപ്രഷനുകളും ചുഴലിക്കാറ്റുകളായി മാറുന്നു. എല്ലാ ഡിപ്രഷനുകളും എന്തായി മാറുന്നില്ല? ചുഴലിക്കാറ്റായി മാറുന്നില്ല. ഉയർന്ന കാറ്റിൻ്റെ വേഗതയുള്ള താഴ്ന്ന മർദ്ദകേന്ദ്രം. അതേകൂട്ട് തന്നെ ക്യുമുലോ നിംബസ് മേഘം ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രത്തെ വലയം ചെയ്യുന്നു. ക്യുമുലോ നിംബസ് മേഘം ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രത്തെ വലയം ചെയ്യുന്നു. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട് നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട് നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങൾ സാധാരണയായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. താഴെ പറയുന്ന ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ സവന്നയാണ്. 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം എന്താണ്? PM ഗതിശക്തി. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്ന ഏതാണ്? ശരാശരി 7.9%. താഴെ പറയുന്ന ഏതാണ് RBI സംബന്ധിച്ച് ശരിയായത്? വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വിലസ്ഥിരത നിലനിർത്തുക, സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക. വിദേശ വ്യാപാരവും പേയ്മെൻറ്റ് സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും.
അടുത്ത ക്വസ്റ്റ്യന് നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതി താഴെ പറയുന്ന ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റി ഉൾപ്പെടുന്നു? ഏത് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്? വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതി താഴെ പറയുന്ന ഏതൊക്കെ മന്ത്രാലയവും വകുപ്പുകളും കമ്മിറ്റിയും ഉൾപ്പെടുന്ന? ആൻസർ വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. അടുത്ത ക്വസ്റ്റ്യൻ 2022 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിന് ലഭിച്ചു? ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്. അടുത്ത ക്വസ്റ്റ്യൻ വെബറിൻ്റെ ഐഡിയ തരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരി? വെബറിൻ്റെ ഐഡിയ തരം ബ്യൂറോക്രസി തൊഴിൽ വിഭജനം, ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. തൊഴിൽ വിഭജനം, ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സി ഡി ഒ അതായത് കൺവെൻഷൻ ഓഫ് എലിമിനേഷൻ അവോയ്ഡിങ് ഓഫ് വുമൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? സ്ത്രീകളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വി.ആർ. കൃഷ്ണ അയ്യർ. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും. ഋഷി സുനക്കിന് മുമ്പ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ലിസ് ട്രസ് ആണ്. ഋഷി സുനക്കിന് മുമ്പ് UK പ്രധാനമന്ത്രി ലിസ് ട്രസ്. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ 389. മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകൾ ശരിയായ കാലഗണന ക്രമം. ഫസ്റ്റ് വരുന്നത് ചമ്പകം ദൊരൈരാജൻ vs സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. അത് കഴിഞ്ഞ് ഗോലക്നാഥ് vs സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, കേശവാനന്ദ ഭാരതി vs കേരള സംസ്ഥാനം, മിനർവ മിൽസ് ലിമിറ്റഡ് vs ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ചെമ്പകം ദൊരൈരാജൻ vs സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, ഗോലക്നാഥ് vs സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, കേശവാനന്ദ vs കേരള സംസ്ഥാനം, മിനർവ മിൽസ് ലിമിറ്റഡ് vs ഇന്ത്യ ഗവൺമെൻറ്. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉള്ളതും ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേരാണ് റൈറ്റ് വാരി സമ്പ്രദായം. പഞ്ചായത്ത് രാജിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക? പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തെറ്റായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയെ താഴെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 355. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ്. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 355. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് തപ്പും ചെണ്ടയും. കേരള ജോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവി. 2022 വിൻ്റർ ഒളിമ്പിക്സിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ചൈന. ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? യാഷ് റേസിംഗ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? കബഡി. ചെട്ടിക്കുളങ്ങര ഭരണി ഏതു ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവും ബന്ധപ്പെട്ടിരിക്കുന്ന? ആലപ്പുഴ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഭാർഗവൻ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ്. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയെ താഴെ പറയുന്ന ഏതാണ് ഹെർബൽ ലൈഫിനെ പ്രഖ്യാപിച്ചത്? BCCI. ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ഭോപ്പാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റെന്ന് വെച്ചാൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ്
ട്രാൻസ്മിഷനാണ്. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷനാണ്. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിൽ, ഹബ്ബ് എന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? ശരിയെന്ന് വെച്ചാൽ 1ഉം 2ഉമാണ്. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണം. പ്ലോട്ടർ ഔട്ട്പുട്ട് ഉപകരണവും ഡിജിറ്റൈസർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണവുമാണ്. താഴെ പറയുന്ന വിർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് സ്പൂളിംഗ് ആണ്. അപ്പോൾ വിർച്വൽ മെമ്മറിയായിട്ട് ബന്ധപ്പെടുന്നത് സ്വാപ്പിംഗ് ആൻഡ് ഡിമാൻഡ് പേജിംഗ്. സ്വാപ്പിംഗ്, ഡിമാൻഡ് പേജിങ് ഇവ വിർച്വൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്തത് റാൻസം വെയറിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? റാൻസം വെയറിനെ കുറിച്ച് താഴെ പറയുന്ന ഏതാണ് ശരി? ഇതെല്ലാം ഇവയൊന്നും അല്ല. ഉബുണ്ടു 20.04 LTS എന്നാണ് അറിയപ്പെടുന്നത്. ഫോക്കൽ ഫോസ എന്നാണ് അറിയപ്പെടുന്നത്. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ശരി? ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉം. CMS-01 ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. മിഷൻ EOS-03 വിജയിച്ചില്ല. അപ്പോൾ മിഷൻ EOS-3 വിജയിച്ചില്ല. CMS-1 ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. DRDO കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരി? 2 മാത്രം. അതായത് INSAS ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. താഴെ പറയുന്ന ഏത് രോഗമാണ് വൈഡർ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുക? ടൈഫോയിഡ് വൈഡർ ടെസ്റ്റ്. ഇതിൻ്റെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചിപ്കോ പ്രസ്ഥാനമാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നാഗ്പൂരാണ്. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. I am ready to concede that the decision was wrong. 1. അണ്ടർലൈൻ വേർഡ് ഇവിടെ എന്ന് വെച്ചാൽ കൺസീഡ് ആണ്. കൺസീഡ് സിനോണിം എന്ന് പറയുന്നത് എഗ്രി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ഓപ്ഷൻ. ഹി സോ ഡാഷ് SA ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ ഡാഷ് ക്ലൈപ്റ്റസ് ട്രീ എന്നാണ്. ഇവിടെ എന്ന് വെച്ചാൽ എസ് ആണ് വരുന്നത്, A ആണ് വരുന്നത്. അപ്പം തന്നെ ആൻസർ D ആണ് വരുന്നത്. ആനാണ് ആദ്യം വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ആനും A. അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് സെൻറ്റൻസ്. I read the book yesterday എന്നാണ് കറക്റ്റ് ആയിട്ട്. ലെറ്റ്സ് ഗോ ടു ദ ബീച്ച് എന്നാണ് ആൻസർ. ഷാൽ ബി ആണ് വരുന്നത്. കമാൻഡർ ഇൻ ചീഫ് കറക്റ്റ് പ്ലൂറൽ ഫോം എന്ന് വെച്ചാൽ കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂഡൽഹി ഐ കുഡ് ഹാവ് സീൻ കുത്തബ് മിനാർ. അടുത്ത ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത് ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ്. അടുത്ത ക്വസ്റ്റ്യന് ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഐ ഡാഷ് യു എ ഡ്യുവൽ ഡെയർ എന്നാണ് വരുന്നത്. അടുത്ത ഐ വിസ് യു ഡാഷ് 9 o'clock അറ്റാണ് വരുന്നത്. ഡോണ്ട് ഗോ നിയർ ദ ബീച്ച് അലൻ ദ മദർ സെഡ്. ദ മദർ ടോൾഡ് അലൻ നോട്ട് ഗോ നിയർ ദ ബീച്ച്. അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ഓപ്ഷൻ. സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻ ജാസ്മിൻ മോർ ബ്യൂട്ടിഫുൾ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ A ആണ് ആൻസർ. അടുത്തത് മേക്ക് ഷുവർ ദാറ്റ് ഓൾ അറേഞ്ച്മെൻറ്റ്സ് ആർ പെർഫെക്റ്റ് പ്രയർ ടു ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയ്തർ അനിൽ ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാസ് കംപ്ലീറ്റഡ് ദ പെയിൻറ്റിങ്. ഹൗ കംപ്ലീറ്റഡ് എന്നാണ് വരുന്നത്. എയ്തർ ഓർ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ് വരും. അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഹൗ വരും. അടുത്തത് അത് 6 and 7 എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് എന്നാണ് വരുന്നത്. സെലക്ട് ദ ആൾട്ടർനേറ്റീവ് ഇസ് എ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗിവൺ ഫ്രേസ്. കറക്റ്റ് വരുന്ന പേഴ്സൺ അപ്പോയിൻറ്റ് ടു സെറ്റിൽ ഡിസ്പ്യൂട്ട് ആർബിട്രേറ്റർ ആണ്. OTT എന്ന് വെച്ചാൽ ഓവർ ദ ടോപ്പ് എന്നാണ്. ലക്ഷ്മി ഈസ് ആൻ അലുമിന ALUMNA. അടുത്തത് ഡാഷ് ദ ടീച്ചർ ദ സ്റ്റുഡൻറ്റ് സ്റ്റോപ്പ് ദ ടോക്കിംഗ്. സീയിങ് ആണ് വരുന്നത്. സ്റ്റിമുലസിൻ്റെ പ്ലൂറൽ ഫോം സ്റ്റിമുലിയാണ്. മണൽ പ്ലസ് അരണ്യം മണലാരണ്യം. കിഴക്കോട്ട് മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങൾ ആവർത്തന ശബ്ദം ഏക്കാണ്. ഭേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അലംഘനീയമായ അഭിപ്രായം. താഴെ പറയുന്ന ഓളത്തിൻ്റെ പര്യായമല്ലാത്തത് ആളമാണ്. അപ്പോൾ ഓളത്തിൻ്റെ പര്യായപദം ഭംഗം വീജി തരംഗം ആണ്. ഓക്കെ ഫ്രണ്ട്സ്.